നമസ്കാരം. മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഇതിൽ പ്രതിയാക്കപ്പെടുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇവർക്ക് ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി കേരള ഹൈക്കോടതി 12 പോയിന്റുകൾ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ആയി രൂപീകരിച്ച് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി. ഇതിൽ എന്ത് സംഭവിച്ചു? സത്യത്തിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനാണ് ഇതിന്റെ ഗുണം കിട്ടുന്നതെങ്കിലും വാദിയായി കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് സുതാര്യവും അവരുടെ നടപടികൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നതാണ് ഈ 12 പോയിന്റ് ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് നടപ്പിലാക്കിയാൽ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഗുണം. ഒന്നാമതായി പറയുന്നത്, ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഡോക്ടറുടെയും നഴ്സുമാരുടെയും മറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും കയ്യിൽ നിന്ന് ആ ചികിത്സ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും കൈക്കലാക്കണം, അതായത് ബന്ധവസിലെടുക്കണം. രണ്ടാമത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ബോർഡ് മുമ്പാകെ ഇത്തരത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പേർട്ട് പാനൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. മൂന്നാമതായി, എക്സ്പേർട്ട് പാനൽ രൂപീകരണമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു പാനൽ രൂപീകരിക്കണം. നാലാമത് പറയുന്നത്, ഈ എക്സ്പേർട്ട് പാനൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി മെഡിക്കൽ ബോർഡ് മുമ്പാകെ നൽകണം. അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിന്റെ ഒരു കോപ്പി ലഭിക്കണം. അഞ്ചാമത് പറയുന്നത്, ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിക്കപ്പെട്ട മെഡിക്കൽ പ്രാക്ടീഷണർ, പരാതി കൊടുത്ത പരാതിക്കാരൻ, ഇവർക്ക് രണ്ടുപേർക്കും നോട്ടീസ് അയച്ച് ഉടനടി തന്നെ എക്സ്പേർട്ട് പാനൽ മുമ്പാകെ ഹാജരാവാൻ നിർദ്ദേശിക്കണം.